ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ മോഡ്യൂൾ 3 വരുന്ന ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റാണ് സർവീസ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ. Segmentation means dividing the total market into smaller groups of customers who have similar needs, characteristics and behavior. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് മൊത്തമുള്ള ടോട്ടൽ മാർക്കറ്റിനെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സ്മോളർ ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കും. അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഒരേപോലെ ഉള്ളതിനെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്ത തരത്തിലാക്കി മാറ്റുന്നതിനെയാണ് ചെറിയ ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സർവീസ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ സർവീസ് സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഇൻ സർവീസ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ സർവീസ് ഡെലിവറി ആൻഡ് ദെയർ എക്സ്പെക്റ്റേഷൻ ഡിഫേഴ്സ്. അതായത് കസ്റ്റമേഴ്സും കൂടെ നമ്മുടെ സർവീസിൽ പാർട്ടാവുന്നത് കൊണ്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ വ്യത്യസ്തമായിരിക്കും. ദെൻ ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ഇൻ സർവീസസ്. ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ ബേസിലാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്ന് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ ബാങ്കിങ് സർവീസസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ്. അതായത് സർവീസാണ് നമ്മൾ ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ സീനിയർ സിറ്റിസൺസും അതേപോലെ സ്റ്റുഡൻ്റ് അക്കൗണ്ട് കൊടുക്കണമെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഡെമോഗ്രാഫിക്കിൻ്റെ ബേസിലാണ് അത് വരുന്നത്. അടുത്തതാണ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. എക്സാമ്പിളായിട്ട് ടൂറിസം പാക്കേജസ് ഫോർ ഹിൽ സ്റ്റേഷൻസ് ഓർ ബീച്ചസ്. അതായത് ഹിൽ സ്റ്റേഷനിലും അതേപോലെ ബീച്ച് ഏരിയയിലൊക്കെ പാക്കേജസ് വ്യത്യസ്ത തരത്തിലായിരിക്കും സർവീസസിലുണ്ടായിരിക്കാം. അടുത്തതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്. എക്സാമ്പിൾ ഫിറ്റ്നസ് സർവീസ് ഫോർ ഹെൽത്ത് കോൺഷ്യസ് പീപ്പിൾ. അതായത് ഹെൽത്ത് കോൺഷ്യസ് ആയ പീപ്പിൾസിന് നമ്മൾ ഫിറ്റ്നസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ, അതായത് ഒരാളുടെ ലൈഫ് സ്റ്റൈലും പേഴ്സണാലിറ്റിയും ഇൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട് സെഗ്മെൻറ്റ് ചെയ്യും. അടുത്തതാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ യൂസേജ്, ലോയൽറ്റി ആൻഡ് ബെനിഫിറ്റ്സ് എക്സ്പെക്റ്റഡ്. എക്സാമ്പിൾ ഫ്രീക്വൻറ്റ് ഫ്ലൈയേഴ്സ് ഇൻ എയർലൈൻസ്. ഫ്രീക്വൻ്റ് ആയിട്ട് എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലോയൽറ്റി അതേപോലെ ബെനിഫിറ്റ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സർവീസിലും സെഗ്മെൻറ്റ് ചെയ്യാം. വ്യത്യസ്ത ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ബേസിസിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതാണ് അപ്രോച്ചസ് ടു സെഗ്മെൻറ്റേഷൻ. ദർ ആർ ടു മെയിൻ അപ്രോച്ചസ്. ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. ദെൻ ലെറ്റ് മീ ഡിസ്കസ് ദ ഫസ്റ്റ് വൺ, that is customer oriented approach. Market is divided based on customer needs and expectation. It means this market is divided on the basis of customer needs and expectations. Example, hospitals offering special care for maternity, children and elderly. എന്താ പറയുക, കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ മെറ്റേണിറ്റി ആയാലും ചിൽഡ്രൻസിനാണെങ്കിലും എൽഡേഴ്സിനാണെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ ഓഫർ ചെയ്യുന്നത് വ്യത്യസ്ത കാര്യത്തിൽ. അതായത് ചിലർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കും. അതാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും എക്സ്പെക്റ്റേഷനും ബേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സർവീസ് ഓഫേർഡ്. വിച്ച് ടൈപ്പ് ഓഫ് സർവീസ് ഈസ് ഓഫേർഡ്, അതിൻ്റെ ബേസിസിലാണ് ഈ സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച് ഉള്ളത്. എക്സാമ്പിൾ ബാങ്ക്സ് ഓഫറിങ് സേവിങ്സ് അക്കൗണ്ട്, ലോൺസ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ്. നമുക്ക് ഏതാണോ വേണ്ടതിലാണ്. ഇപ്പോൾ ബാങ്ക് നമുക്ക് സേവിങ്സ് അക്കൗണ്ട്, ലോൺസ്, ഇൻഷുറൻസ് സർവീസ്, വ്യത്യസ്ത സർവീസുകൾ നമുക്ക് ബാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ ആ തരത്തിലുള്ളതാണ്. അതാണ് സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. അതർ അപ്രോച്ചസ് ഉണ്ട്. ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, യൂസേജ് ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ ഉണ്ട് ആൻഡ് ലോയൽറ്റി ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ അടുത്തതാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സെഗ്മെൻറ്റേഷൻ ദ ഫോം സെലക്ട് വൺ ഓർ മോർ സെഗ്മെൻറ്റ് ടു സെർവ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടാർഗറ്റിംഗ്. അതായത് സെഗ്മെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഫേം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് സെഗ്മെൻറ്റിലേക്കാണ് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു പ്രോസസ്സിനെയാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് സെയിം സർവീസ് ടു ഓൾ കസ്റ്റമേഴ്സ്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ ഒരു ഡിഫറൻഷ്യേഷനും ഇല്ലാതെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്
അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടും. അടുത്തത് ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, ഡിഫറെൻറ്റ് സർവീസസ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റും. എല്ലാ വ്യത്യസ്ത സെഗ്മെൻറ്റുകളിലേക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ എയർലൈൻസിലെ ഇക്കോണമി, ബിസിനസ്, ഫസ്റ്റ് ക്ലാസ് അങ്ങനെ. ഇതിനടുത്തതാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ഫോക്കസ് ഓൺ ഓൺലി വൺ സെഗ്മെൻറ്റ്. എക്സാമ്പിൾ ലക്ഷറി സ്പാ സർവീസസ്. നമ്മളൊരു സെഗ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയാം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ടാർഗറ്റിംഗ്. എന്തൊക്കെയാണ് ടാർഗറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സസിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യും. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഹയർ പ്രോഫിറ്റബിലിറ്റി. അടുത്തതാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. പൊസിഷനിങ് മീൻസ് ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഓഫ് ദ സർവീസ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് കമ്പയർഡ് ടു കോമ്പറ്റീറ്റേഴ്സ്. അതായത് പൊസിഷനിങ്, അതായത് നമ്മുടെ മനസ്സിൽ ഒരു പൊസിഷൻ ചെയ്യുക. ഒരു നമുക്കിഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ സർവീസിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പൊസിഷനിങ് എന്ന് പറയുക. അതായത് മറ്റുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ട് അവരുടെ സർവീസ് നമ്മുടെ മനസ്സിൽ പതിയുന്ന അതിനെയാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ബേസിസ് ഓഫ് എങ്ങനെയൊക്കെയാണ് നമുക്കിഷ്ടപ്പെടുക എന്നുള്ളത്, സർവീസ് ക്വാളിറ്റി നല്ലതായിരിക്കണം, ബൈ പ്രൈസ്, ബൈ കസ്റ്റമർ ബെനിഫിറ്റ്സ്, ബൈ സർവീസ് ഫീച്ചേഴ്സ് ആൻഡ് യൂസർ കാറ്റഗറി. അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു സർവീസ് നമ്മുടെ മനസ്സിൽ പതിക്കുക. അതിനെയാണ് പൊസിഷനിങ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് LIC പൊസിഷൻഡ് ആസ് സേഫ് ആൻഡ് ട്രസ്റ്റ് വർത്തി. ഇപ്പോൾ LIC നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമാണ്, സേഫ് ആൻഡ് ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ള ഇതിൽ. ദെൻ പ്രൈവറ്റ് ബാങ്ക്സ് പൊസിഷൻഡ് ആസ് ഫാസ്റ്റ് ആൻഡ് ടെക്നോളജി ഡ്രൈവൻ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കുക? ബിൽഡിംഗ് സ്ട്രോങ് ബ്രാൻഡ് ഇമേജ്, ഇൻഫ്ലുവൻസസ് കസ്റ്റമർ ചോയ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ ലോങ് ടൈം സക്സസ്. ദെൻ പൊസിഷനിങ് മാപ്സ്. ഈ പൊസിഷനിങ് മാപ്പ് ഈസ് എ വിഷ്വൽ ഡയഗ്രാം ഷോവിങ് ഹൗ കസ്റ്റമേഴ്സ് പെർസീവ് ഡിഫറെൻറ്റ് സർവീസസ് ഓർ ബ്രാൻഡ്സ് ഓൺ കീ ഫാക്ടേഴ്സ്. അതായത് പൊസിഷനിങ് മാപ്പ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഡയഗ്രമാണ്. ഹൗ കസ്റ്റമേഴ്സ് പെർസീവ് ഡിഫറെൻറ്റ് സർവീസസ് ഓർ ബ്രാൻഡ്സ്. അതായത് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് പെർസീവ് ചെയ്യുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള സർവീസിനെയും ബ്രാൻഡ്സിനെയും എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഷോ ചെയ്യാനുള്ള ഒരു വിഷ്വൽ ഡയഗ്രത്തിനെയാണ് പൊസിഷനിങ് മാപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി ഡ്രോൺ യൂസിങ് 2 വേരിയബിൾസ്. മെയിനായിട്ട് നമ്മൾ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്. പ്രൈസ് വേഴ്സസ് ക്വാളിറ്റി ആൻഡ് സ്പീഡ് വേഴ്സസ് റിലയബിലിറ്റി. Uses of positioning maps: identify market gaps, understand competitor positions, improve service strategy, helps in repositioning. അതായത് ഈ പൊസിഷനിങ് മാപ്പ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് മാർക്കറ്റിലുള്ള ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പൊസിഷൻ ഏതാണെന്ന് കണ്ടെത്താൻ സഹായിക്കും. സർവീസ് സ്ട്രാറ്റജീസ് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് ഹെൽപ്സ് ഇൻ അതായത് എന്തെങ്കിലും പൊസിഷനിങ്ങിൽ വല്ല ഇതുണ്ടെങ്കിൽ നമുക്കത് റീപൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പൊസിഷനിങ് മാപ്സ് ഹെൽപ്ഫുള്ളാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹോട്ടലിൽ ലോ പ്രൈസ് ആൻഡ് ലോ സർവീസ്, ഹൈ പ്രൈസ് ആൻഡ് ഹെവി സർവീസ്. അടുത്തതാണ് സർവീസ് എൻകൗണ്ടർ. സർവീസ് എൻകൗണ്ടർ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് സർവീസ് പ്രൊവൈഡർ. ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡറും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് സർവീസ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മൊമെൻ്റ് ഓഫ് ട്രൂത്ത് ബിക്കോസ് കസ്റ്റമർ ഫോംസ് ഒപ്പീനിയൻ എബൌട്ട് സർവീസ് അറ്റ് ദാറ്റ് ടൈം. അതായത് ആ സമയത്ത് അതൊരു മൊമെൻ്റ് ഓഫ് ട്രൂത്തും കൂടെ ഇതിനെ വിളിക്കും. ടൈപ്സ് ഓഫ് സർവീസ് എൻകൗണ്ടേഴ്സ് ഏതൊക്കെ തരത്തിലാണെന്ന് വെച്ചാൽ, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ഉണ്ട്, അതായത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ പോലെ. ടെക്നോളജി ബേസ്ഡ് എൻകൗണ്ടർ ഉണ്ട്, ATM ഓൺലൈൻ ബുക്കിംഗ് പോലെ. റിമോട്ട് എൻകൗണ്ടർ, കോൾ സെൻറ്റർ സർവീസ്. ഇമ്പോർട്ടൻസ്: ഡിറ്റർമിൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അഫക്ട്സ് റിപ്പീറ്റ് പർച്ചേസ്, ബിൽഡ് ഓർ ഡിസ്ട്രോയ് ട്രസ്റ്റ്. ഗുഡ് എംപ്ലോയീസ് ബിഹേവിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് സർവീസ് എൻകൗണ്ടേഴ്സ്. മോഡ്യൂൾ 3 വരുന്ന കുറച്ച് ടോപ്പിക്സുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.